എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണോ അതോ മനുഷ്യനാണോ ദൈവത്തെ സൃഷ്ടിച്ചത്? ഈ ചോദ്യം ചോദിക്കുന്ന പലരും വിഗ്രഹങ്ങളെ ചൂണ്ടിക്കാട്ടി പറയാറുണ്ട്, ഈ കല്ലും മരവും ലോഹവും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ മനുഷ്യൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്? കേൾക്കുമ്പോൾ വളരെ യുക്തിസഹമായ ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് വിഗ്രഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. വേദാന്തത്തിന്റെ ദൈവസങ്കല്പത്തിലെ ആദ്യപടി വിഗ്രഹങ്ങളാണ്. എന്തുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടായി, എന്തുകൊണ്ടാണ് ഇത്രയും വിഗ്രഹങ്ങൾ ഉള്ളത്? ആത്മജ്ഞാനത്തിന് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. മാത്രവുമല്ല, വിഗ്രഹാരാധന, വിഗ്രഹസങ്കല്പം എന്നീ വിഷയങ്ങളിലെ തെറ്റിദ്ധാരണകളും നമുക്ക് തീർക്കാൻ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, വേദാന്തത്തിന്റെ ദൈവസങ്കല്പം എന്ന വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. ഹിന്ദുമതത്തിലെ ദൈവസങ്കല്പം കുറച്ച് സങ്കീർണമാണ്. ദേവതകൾ, ഈശ്വരൻ, ബ്രഹ്മം എന്നീ 3 തലങ്ങളിൽ അത് വ്യാപിച്ചു കിടക്കുന്നു. ഇന്ന് നമ്മൾ വിഗ്രഹങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ ദൈവത്തെക്കുറിച്ചുള്ള 3 തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ആദ്യത്തേത് ദേവതകൾ, പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും വിവിധ ശക്തികളെ പ്രതിനിധീകരിക്കുന്ന സൂക്ഷ്മ തലത്തിലുള്ളതാണിത്. രണ്ടാമത്തേത് ഈശ്വരൻ, ഈ മുഴുവൻ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കോസ്മിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഓർഡർ. ഈശ്വരൻ എന്നത് ടോട്ടാലിറ്റി, എല്ലാം അടങ്ങിയ ഒരു സങ്കല്പമാണ്. ഏറ്റവും ഉയർന്നതും മൂന്നാമത്തേതുമായതാണ് ബ്രഹ്മം, ദ അബ്സല്യൂട്ട് റിയാലിറ്റി. എല്ലാത്തിൻ്റെയും ആധാരമാണിത്. ഇവിടെ സൂക്ഷ്മതലത്തിലുള്ള വസ്തുക്കളുടെയും സ്ഥൂലതലത്തിലുള്ള വസ്തുക്കളുടെയും ആധാരമാണ് ബ്രഹ്മം, അനന്തവും അദ്വൈതവുമായ ഒരേ ഒരു സത്യം. എന്നാൽ ഈ 3 തലങ്ങൾക്ക് താഴെയായി മറ്റൊരു തലം കൂടിയുണ്ട്. അതാണ് വിഗ്രഹങ്ങൾ, ഭൗതിക തലം, ദ ഫിസിക്കൽ റിയാലിറ്റി. വിശേഷേണ ഇതി ഗ്രാഹ്യതേ വിഗ്രഹം എന്ന് നിർവചിച്ചിരിക്കുന്നു. വിഗ്രഹം എന്നത് ദൈവമല്ല, മറിച്ച് ആത്മീയ യാത്രയുടെ ആദ്യത്തെ പടിയാണ്. നമ്മുടെ കണ്ണുകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു ദൃശ്യവസ്തു ആവശ്യമായതുപോലെ മനസ്സിന് ധ്യാനിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഭൗതികമായ പ്രതീകമാണ് വിഗ്രഹങ്ങൾ. ബിംബം, മൂർത്തി, വിഗ്രഹം, പ്രതിമ എന്നീ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇനി നമുക്ക് വിഗ്രഹങ്ങൾ എങ്ങനെ നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായി എന്ന് നോക്കാം. വിഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായി മാറിയത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ചരിത്രം അറിയേണ്ടതുണ്ട്. വേദകാലഘട്ടത്തിൽ വിഗ്രഹങ്ങളോ അമ്പലങ്ങളോ അല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ആരാധന പ്രധാനമായും യജ്ഞങ്ങളിലൂടെയും ഹോമങ്ങളിലൂടെയും ആയിരുന്നു. ഈ യജ്ഞങ്ങൾക്കും ഹോമങ്ങൾക്കും മന്ത്രജ്ഞാനമുള്ള ഋഷീശ്വരന്മാർ, ഹോമകുണ്ഡം, മറ്റു സാധന സാമഗ്രികൾ, മന്ത്രോച്ചാരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ സമൂഹവും മാറി. വേദകാലഘട്ടത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ജനങ്ങൾക്ക് എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ആരാധന രീതി ആവശ്യമായി വന്നു. അങ്ങനെ ഹോമങ്ങളും യജ്ഞങ്ങളും പതുക്കെ പതുക്കെ പൂജയിലേക്കും ഭക്തിയിലേക്കും മാറി. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആരാധനാ സമ്പ്രദായം പൂജാ സമ്പ്രദായമാണ്. എന്നാൽ പുരാതന കാലഘട്ടത്തിലെ ആരാധന സമ്പ്രദായം ഹോമ സമ്പ്രദായമാണ്. ഇന്നും ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക സമയങ്ങളിൽ ഹോമങ്ങൾ ചെയ്യാറുണ്ട്. എന്നാലും സാധാരണയായി നമ്മൾ പൂജകളാണ് ചെയ്യാറ്. എല്ലാ ദിവസവും വലിയ ഹോമം ചെയ്യുന്നതിന് പകരം വളരെ ലളിതമായി കാര്യങ്ങൾ, ഒരു വിളക്ക് തെളിയിക്കുക, അല്ലെങ്കിൽ ഒരു പൂവ് സമർപ്പിക്കുക, ഒരു പ്രാർത്ഥന ചൊല്ലുക, ഇതൊക്കെ സാധാരണ മനുഷ്യന് വളരെ എളുപ്പമുള്ളതായി മാറി. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അല്ല മാറിയിരിക്കുന്നത്, മറിച്ച് ദൈവത്തെ ബന്ധപ്പെടുന്ന രീതിയാണ് മാറിയിരിക്കുന്നത്. ദൈവസങ്കല്പം അതുപോലെ നിലനിൽക്കുന്നു. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. നമ്മുടെ മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണിത്. മനുഷ്യൻ തൻ്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി നിരന്തരം പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും നടത്താറുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു 50 വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി എത്രയെത്ര ഉപകരണങ്ങളാണ് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. സൂക്ഷ്മമായ വസ്തുക്കളെ കാണാൻ വേണ്ടി മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. ദൂരെയുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ആളുകളുമായി സംസാരിക്കാൻ ഫോൺ കണ്ടുപിടിച്ചു. യൂട്യൂബ്, വാട്സപ്പ്, ഗൂഗിൾ പേ, അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ അവന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി ചെയ്തു വന്നിട്ടുണ്ട്. എല്ലാ ഉപകരണങ്ങളും ഒരു പാലം പോലെയാണ്.
അതുപോലെ തന്നെയാണ് നമ്മുടെ പൂർവികർ വിഗ്രഹം എന്ന ആത്മീയ ഉപകരണം വികസിപ്പിച്ചത്. വിഗ്രഹം, ബിംബം, മൂർത്തി, പ്രതിമ ഇതെല്ലാം ഇതിനെ വിളിക്കാം. വിഗ്രഹം ദൈവമല്ല, മറിച്ച് ദൈവവുമായി മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ വ്യത്യാസം നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. സത്യത്തിൽ ദൈവ ആരാധനയിൽ ഒരു വിപ്ലവമാണ് ഇവിടെ നടന്നത്. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഈശ്വര ചിന്ത ഉണ്ടാക്കാൻ, ഈശ്വരനുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു ഉപകരണം ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? അതാണ് വിഗ്രഹങ്ങൾ സാധ്യമാക്കിയത്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, തെരുവുകളിലും ഓഫീസുകളിലും മാലയുടെ ലോക്കറ്റുകളിലും മോതിരങ്ങളിലും കീ ചെയിനുകളിലും മനുഷ്യൻ അവനവന്റെ ഭാവനയ്ക്കനുസരിച്ച് വിഗ്രഹങ്ങളെ ജീവിതവുമായി ബന്ധപ്പെടുത്തി. ഓരോ വിഗ്രഹങ്ങളും നമ്മുടെ ഉള്ളിൽ ഈശ്വര ചിന്തയെ ഉണർത്തുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത് ആരാധനാ രീതിയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. നമ്മൾ സഞ്ചരിക്കുന്നതോടൊപ്പം നമ്മുടെ വിഗ്രഹങ്ങളും സഞ്ചരിച്ചു തുടങ്ങി. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകം മുഴുവനും പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ഈശ്വരനെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഇതാണ് എന്തുകൊണ്ട് ഹിന്ദുമതത്തിൽ ഇത്രയധികം വിഗ്രഹങ്ങൾ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. കാരണം ഇവിടെ ദൈവവുമായി ബന്ധപ്പെടാൻ വളരെ എളുപ്പമാണ്. എന്നിരിക്കലും അനവധി ദേവന്മാരും ദേവിമാരും ഉണ്ടെങ്കിലും ഹിന്ദുമതത്തിന്റെ ആരാധനാ സമ്പ്രദായത്തിൽ പ്രധാനപ്പെട്ട 5 ദേവതകളാണ് വളർന്നു വന്നത്. ആദ്യത്തേത് ശിവൻ, ശൈവിസം. രണ്ടാമത്തേത് വിഷ്ണു, വൈഷ്ണവിസം. മൂന്നാമത്തേത് ശക്തി, ശാക്തേയിസം. നാലാമത്തേത് ഗണപതി. അഞ്ചാമത്തേത് സൂര്യൻ. പുരാതന കാലം മുതൽക്കേ ഈ 5 ദേവതകളെയാണ് ഭൂരിഭാഗം പേരും ആരാധിച്ചിരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് മുരുകൻ എന്ന ദൈവസങ്കല്പം, സ്കന്ദൻ, കാർത്തികേയൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന ദൈവസങ്കല്പത്തിനും ആരാധകർ ഒരുപാട് വന്നു. അതുകൊണ്ട് 6ാമത്തെ ദേവതാ സങ്കല്പമായി മുരുകനും കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഓരോ സമ്പ്രദായവും ഓരോ ദേവതയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ദേവത, ഈശ്വരൻ, ബ്രഹ്മം എന്നീ സങ്കല്പങ്ങളെ വിവരിക്കാനായി ഒരു മൊബൈൽ ഫോണിന്റെ ഉപമ ഉപയോഗിച്ചിരുന്നു. അത് ഒന്നുകൂടി നമുക്ക് നോക്കാം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് ഒരാളോട് സംസാരിക്കുമ്പോൾ സത്യത്തിൽ ആരോടാണ് സംസാരിക്കുന്നത്? ഫോണിനോടാണോ അതോ അങ്ങേ തലക്കിലുള്ള ആളിനോടാണോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഫോൺ എന്നത് ഒരു മാധ്യമം, അതായത് മീഡിയം മാത്രമാണ്. അതേപോലെ ഒരു ഭക്തൻ വിഗ്രഹത്തെ ആരാധിക്കുമ്പോൾ അയാൾ കല്ലിനെയോ മരത്തെയോ ലോഹത്തെയോ അല്ല ആരാധിക്കുന്നത്, മറിച്ച് ഈ വിഗ്രഹത്തിലൂടെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ദൈവത്തെ ബന്ധപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വിഗ്രഹം. എന്നാൽ ഈ സത്യം പലരും മറന്നുപോകുന്നു. അവിടെയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? ഈ പ്രശ്നം നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ ധാരാളം ഫോൺ ബ്രാൻഡുകൾ ഉണ്ട്. ഈ ബ്രാൻഡുകൾ തമ്മിൽ പരസ്പരം എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഫോൺ മികച്ചത്, നിന്റെ ഫോൺ മികച്ചതല്ല, ഇതിന് ഫീച്ചേഴ്സ് കൂടുതലാണ് എന്ന രീതിയിൽ പരസ്പരം തർക്കിക്കുന്നു, കലഹിക്കുന്നു. നമ്മൾ അതിനെ കോമ്പറ്റീഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതേപോലെ എന്തു ചെയ്യുന്നു? ഓരോ ദേവതകളുടെയും ആരാധകർ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമാണ് ശ്രേഷ്ഠൻ, എൻ്റെ ദൈവമാണ് ഉയർന്നത്, നിന്റെ ദൈവം അതിനേക്കാൾ താഴ്ന്നത് എന്ന രീതിയിൽ പരസ്പരം തർക്കിക്കാനും കലഹിക്കാനും ആരംഭിച്ചു. എന്നാൽ എല്ലാ ഫോണുകളിലൂടെയും നമുക്ക് ഒരേ വ്യക്തിയെ ബന്ധപ്പെടാൻ കഴിയുന്നത് പോലെ എല്ലാ വിഗ്രഹ ആരാധനയിലൂടെയും ഒരേ ഒരു ഈശ്വരനെയാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. വ്യത്യസ്ത ദേവതകൾ ഒരു ഈശ്വരനിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്നു. വ്യത്യസ്ത ഫോൺ ബ്രാൻഡുകൾ ഒരു വ്യക്തിയിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്നത് പോലെയാണ്. എന്നാൽ കാലക്രമേണ ഈ വിഭാഗീയത കൂടിക്കൂടി വന്നു. ശൈവിസം, വൈഷ്ണവിസം, ശാക്തേയിസം എന്നീ ഗ്രൂപ്പുകൾ കേവലം തർക്കത്തിൽ നിന്ന് പരസ്പരം ആക്രമണത്തിലേക്ക് കടന്നു. ഇത് സനാതന ധർമ്മത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി. ആ സമയത്താണ് മഹാനായ ജഗദ്ഗുരു ശങ്കരാചാര്യർ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഹിന്ദു സമൂഹത്തെ ഒന്നടങ്കം ഈ വിഭാഗീയത ദുർബലമാക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനാൽ അദ്ദേഹം സ്മാർത്ത സമ്പ്രദായം എന്ന പുതിയ ആരാധനാ സമ്പ്രദായം ശക്തമായി പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ ലളിതവും അതിഗംഭീരവുമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദേവതയെ ആരാധിക്കാം, പക്ഷേ അതിൻ്റെ പേരിൽ മറ്റൊരു ദേവതയെ ഒരിക്കലും താഴ്ത്തി കാണിക്കരുത്. കാരണം എല്ലാ ദേവതകളും ഒരേ ഈശ്വരന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അദ്ദേഹം പുതിയ ഒരു പൂജാ രീതിയും അവതരിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ശങ്കരാചാര്യരുടെ സ്മാർത്ത സമ്പ്രദായം എന്താണെന്ന് മനസ്സിലാക്കി.
ശങ്കരാചാര്യർ പരിചയപ്പെടുത്തിയ പുതിയ പൂജാ സമ്പ്രദായമാണ് പഞ്ചയത്ന പൂജ. സ്മാർത്ത സമ്പ്രദായത്തിന് മുമ്പ് പല ക്ഷേത്രങ്ങളും ഒരേ ഒരു ദേവതയെ മാത്രം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ശിവക്ഷേത്രങ്ങളിൽ ശിവൻ മാത്രം, വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിഷ്ണു മാത്രം. എന്നാൽ ശങ്കരാചാര്യർ പഞ്ചയത്ന പൂജ എന്ന പുതിയ സമ്പ്രദായം ക്ഷേത്രങ്ങളിൽ നടപ്പിൽ വരുത്തി. അതായത് ഒരു ക്ഷേത്രത്തിലെ ഈ 6 ദേവതകളിൽ ഒരു ദേവതയെ ഇഷ്ടദേവതയായി സമർപ്പിക്കുന്നു. അതാണ് പ്രധാന മൂർത്തി. മറ്റു ദേവതകൾ ഉപമൂർത്തികളായി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രധാന മൂർത്തിയെ ഇഷ്ടദേവതയായി ആരാധിക്കാം. അതോടൊപ്പം തന്നെ മറ്റെല്ലാ മൂർത്തികൾക്കും മറ്റെല്ലാ ദേവതകൾക്കും ബഹുമാനവും ഭക്തിയും കൊണ്ടുവരുന്ന പൂജാ സമ്പ്രദായമാണ് പഞ്ചയത്ന പൂജ. നിങ്ങൾ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രധാന ദേവത വിഷ്ണു ആയിരിക്കും. എന്നാൽ ഗണപതി, ശക്തി, ശിവൻ അതുപോലെയുള്ള ദേവതകൾക്കും അവിടെ ആരാധന ഉണ്ട്. അതേപോലെ നിങ്ങൾ ശിവക്ഷേത്രം സന്ദർശിക്കുകയാണെങ്കിൽ ശിവനായിരിക്കും അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. എന്നാൽ മറ്റു ഉപപ്രതിഷ്ഠകളും അവിടെ ഉണ്ടാകും. ഇത് ശങ്കരാചാര്യർ ഈ തർക്കം തീർക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയ സമ്പ്രദായമാണ്. നമ്മുടെ വേദങ്ങളും ശാസ്ത്രഗ്രന്ഥങ്ങളും ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഋഗ്വേദത്തിലെ ഏകം സത് വിപ്ര ബഹുധാ വദന്തി. സത്യം ഒന്നേയുള്ളൂ, അതിനെ പല രീതിയിൽ ആളുകൾ പറയുന്നു, പല പേരിൽ ആളുകൾ വിളിക്കുന്നു. ആകാശം പതിതം തോയം യഥ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാര കേശവം പ്രതിഗച്ഛതി. ഇതിൽ വ്യക്തമായി പറയുന്നത് ആകാശത്തിലെ മഴത്തുള്ളികൾ, പല സ്ഥലത്ത് വീഴുന്ന മഴത്തുള്ളികൾ ചാലുകളായി ഒരേ സമുദ്രത്തിലേക്ക് പോകുന്നത് പോലെ പല ദേവതകൾക്ക് നമ്മൾ നൽകുന്ന ആരാധനകൾ ഒരേ ഈശ്വരനിലേക്കാണ് പോകുന്നത്. ഇതാണ് സനാതനധർമ്മത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട്. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മളിൽ ഭൂരിഭാഗം പേരും ഇന്നും ദേവതാ തലത്തിൽ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ ഒരു വ്യക്തി ക്ഷേത്രത്തിൽ പോകുന്നത് സങ്കല്പിക്കൂ. അദ്ദേഹം ദേവതയെ ഭക്തിയോടെ തൊഴുകുന്നു. പക്ഷെ വരുമ്പോഴോ പോകുമ്പോഴോ വഴിയരികിലുള്ള മനുഷ്യരെ ശ്രദ്ധിക്കുന്നില്ല, പാവപ്പെട്ടവനെ കാണുന്നില്ല, മരങ്ങൾ കാണുന്നില്ല, മലകൾ കാണുന്നില്ല, പുഴകൾ കാണുന്നില്ല. ഇതെല്ലാം ഈശ്വരനാണെന്ന അറിവ് അദ്ദേഹത്തിനില്ല. അമ്പലത്തിലിരിക്കുന്ന ദേവത മാത്രമാണ് ഈശ്വരനെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇത് വളരെ വളരെ പരിമിതമായ ഒരു കാഴ്ചപ്പാടാണ്. എല്ലാത്തിലും ഈശ്വരനെ കാണാൻ കഴിയണം. ദേവതയെ കാണുന്ന അതേ ഭക്തിയോടും ആദരവോടും സകല ചരാചരങ്ങളെ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകമാണിത്. ശ്ലോകം ഇതാണ്: മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യദതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ എന്താണ് പറയുന്നത്? മനുഷ്യാണാം സഹസ്രേഷു. സഹസ്രം എന്ന വാക്കിന് സത്യത്തിൽ 1000 എന്നാണ് അർത്ഥം. എന്നാൽ ഈ സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് പേർ എന്ന രീതിയിൽ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നോക്കൂ, മനുഷ്യാണാം സഹസ്രേഷു, ഒരുപാട് മനുഷ്യരിൽ കശ്ചിത് യദതി സിദ്ധയേത്, വളരെ കുറച്ചു പേർ മാത്രമേ ആത്മജ്ഞാനത്തിലേക്ക് തിരിയുന്നുള്ളൂ. വളരെ കുറച്ചു പേര് മാത്രമേ ആത്മപുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുള്ളൂ. ഇനി യദതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. മാം വേത്തി എന്നാൽ എന്നെ അറിയുക, തത്വതഃ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം. എന്നാൽ ആ ആത്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരിൽ വളരെ ചുരുക്കം 1-2 പേർ മാത്രമേ അപൂർവമായി എന്നെ തിരിച്ചറിയുന്നുള്ളൂ. ഭഗവാൻ കൃഷ്ണന്റെ നിരീക്ഷണം നോക്കൂ. ലക്ഷക്കണക്കിന് പേർ അമ്പലത്തിൽ പോകുന്നു, പൂജ ചെയ്യുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ആരാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളൂ. ഇനി ഈശ്വരൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരിൽ തന്നെ വളരെ കുറച്ചു പേർ മാത്രം, അപൂർവം ചിലർ മാത്രമാണ് ആ പരമസത്യത്തെ തിരിച്ചറിയുന്നത്. ഈ ആശയം വ്യക്തമാക്കാൻ നമുക്ക് ചെറിയൊരു കണക്ക് നോക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ കണക്ക് ഈ ആശയം വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊരു ഔദ്യോഗിക കണക്കോ അല്ലെങ്കിൽ സർവേയോ അല്ല. എന്നാൽ ഈ വിഷയത്തിന്റെ ആഴവും ഗൗരവവും മനസ്സിലാക്കാൻ നിങ്ങൾക്കിത് തീർച്ചയായും സഹായിക്കും. നമ്മൾ ദൈവസങ്കല്പത്തെക്കുറിച്ച് മനസ്സിലാക്കി.
വിഗ്രഹങ്ങൾ, ദേവതകൾ, ഈശ്വരൻ, ബ്രഹ്മം. എന്നാൽ നമ്മളിൽ 90% പേരും ഈ ദേവതാ തലത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. ഈ ദേവതാ തലത്തിൽ ആരാധനയിലും പൂജയിലും മാത്രം നമ്മൾ നിൽക്കുന്നു. അതിൽ നിന്ന് ഒരു 9% പേർ മാത്രമേ ആരാണ് ഈശ്വരൻ എന്ന ചോദ്യം ചോദിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കുന്നുള്ളൂ. കേവലം 1% താഴെ ആളുകൾ മാത്രമാണ് ബ്രഹ്മജ്ഞാനം നേടാനും ആത്മസാക്ഷാത്കാരം വേണം എന്നും ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഈ കണക്കുകൾ ഒരിക്കലും ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കാനാണ്. നമ്മൾ എല്ലാവരും ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനുഷ്യരാശിയിൽ ഭൂരിഭാഗം പേരും 90% പേരും ദേവതകളുടെ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. അവർ ആരാധനയിലും പൂജയിലും മാത്രം ജീവിതം കഴിച്ചുകൂട്ടുന്നു. കുറച്ചു പേർ മാത്രം ഈശ്വരൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ജിജ്ഞാസ കാണിക്കുന്നു. ഈശ്വരനെ മനസ്സിലാക്കുന്നവരിൽ തന്നെ അപൂർവം ചിലർ മാത്രം ബ്രഹ്മജ്ഞാനം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ആത്മീയ യാത്ര വിഗ്രഹങ്ങളിൽ നിന്ന് ആരംഭിച്ച് ദേവതകളെ ആരാധിച്ച് ഈശ്വരനെ മനസ്സിലാക്കി ബ്രഹ്മജ്ഞാനത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അതിലുമുപരി വിഗ്രഹങ്ങൾ എങ്ങനെ നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായി എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിലെ ഏറ്റവും വലിയ അപകടവും നമ്മൾ കണ്ടു. കാരണം നമ്മുടെ ദൈവസങ്കല്പം ദേവതകളിലും വിഗ്രഹങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. എന്നാൽ നമ്മുടെ ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം പറയുന്നത് നമ്മൾ അതിൽ നിന്ന് ഈശ്വരനിലേക്കും ഈശ്വരിൽ നിന്ന് ബ്രഹ്മത്തിലേക്കും പുരോഗമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരട്ടെ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.